അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ ഈ ഒരു ദുആ നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം നിങ്ങൾ 70 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഈ ദുആ ചെറിയൊരു ദുആയാണ്. ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. ഈ ദുആ നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം മുഹറം മാസത്തിലെ മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം, പ്രത്യേകിച്ചിട്ടും മഗ്രിബിനോടടുത്തൊക്കെ ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള സമയമാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ദുആ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ കടങ്ങൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും അത് വീടിക്കിട്ടും. ഇനി ഈ ദുആ നിങ്ങൾക്ക് ഇന്ന് അസറിന് ശേഷം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാക്ക് ശേഷമോ ഒക്കെ നിങ്ങൾ ഈ ദുആ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കടങ്ങളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ഈ മുഹറം മാസത്തിൻ്റെയും ഈ ദുആയുടെയും ബറക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. എത്ര ആളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നൊക്കെ അവരുടെ കടബാധ്യതകൾ, ഭീമമായ തുക കടബാധ്യതകൾ പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയും കണ്ണീരോടുകൂടിയുമാണ് അവർ അവരുടെ പ്രയാസങ്ങൾ പറയുന്നത്. അള്ളാഹുവേ, നിനക്കറിയല്ലോ അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന്. അള്ളാഹുവേ, നീ എളുപ്പത്തിൽ അവരുടെ ആ കടങ്ങൾ നീ വീട്ടിക്കൊടുക്ക് റഹ്മാനെ. പിന്നീട് നീ ദാരിദ്ര്യം കൊണ്ടുള്ള പ്രയാസം അവർക്കും ഞങ്ങൾക്കും ആർക്കും നീ നൽകില്ല റഹ്മാനെ. ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകി റഹ്മാനെ. സാമ്പത്തിക പ്രയാസം നൽകില്ല റഹ്മാനെ. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ തലകുനിക്കാതെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി മരണം വരെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഞങ്ങളുടെ മക്കൾക്കും പരമ്പരകൾക്കും എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും നല്ല ഇഖ്ലാസോടു കൂടിയും ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഈ ദുആ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പലരും എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുആ ചൊല്ലി നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടി പിന്നീട് നമുക്ക് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കരുത്. പലരും അള്ളാഹുവിനെ മറക്കുന്നത് കൊണ്ടാണ്, ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലർക്കും കടങ്ങൾ വരുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരായിട്ടുള്ള ആളുകളും ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങാൻ നിർബന്ധിതരാകും. അതായത് നല്ലവരായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്, കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അടിപതറാതെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ പലിശയിലേക്കൊന്നും നമ്മൾ ഇറങ്ങിപ്പോകരുത്. എന്നാൽ ഇനി അഥവാ നമ്മൾ പലിശ വാങ്ങിപ്പോയി, എന്നാൽ അതിന് പരിഹാരമാർഗമില്ലേ? പരിഹാരമാർഗമുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമാർഗം ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്ന് മാത്രമല്ല പിന്നീട് ഒരിക്കലും നമ്മൾ പലിശ ഉപയോഗിക്കുകയും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ജീവിതത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ പലിശ വാങ്ങാൻ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതിനുള്ളൊരു പരിഹാരമാർഗം പറഞ്ഞു തരികയാണ്. കാരണം നമുക്കറിയാം, അധികം പാവപ്പെട്ടവരുമല്ല എന്നാൽ വലിയ പണക്കാരുമല്ല, അതിന് ഇടയിൽ വരുന്ന ചില ആളുകളുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് ഉള്ളതുപോലെയായിരിക്കും പൊതുജനങ്ങളുടെ മനസ്സിൽ. എന്നാൽ അവർക്കോ ഒന്നും തന്നെ സാമ്പത്തികമായിട്ട് ഉണ്ടാകില്ല. എന്നാൽ അവർക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ, അവർക്ക് എന്നല്ല അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും രോഗങ്ങൾ പിടിപെട്ടാൽ, അതായത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ സഹോദരിമാർ ആർക്കെങ്കിലും രോഗങ്ങൾ പിടിപെട്ടാൽ പെട്ടെന്ന് എന്തെങ്കിലും സർജറി ചെയ്യണം എന്നൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിർബന്ധമായിട്ടും പണം നമ്മുടെ കയ്യിൽ വേണം.
അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവരുടെ അടുത്ത് കയ്യിൽ പണം ഇല്ലാതെ വരുന്ന സമയത്ത് മറ്റുള്ളവരോട് കടം ചോദിക്കാൻ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു താഴ്ചയായിരിക്കും. കാരണം മറ്റുള്ളവരുടെ അടുത്ത് ഇവർ സാമ്പത്തികമായിട്ട് ഉള്ളവരായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് പലരും എന്ത് ചെയ്യുന്നത്, ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ലോൺ എടുത്താലും അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ അത് ഹറാമായിട്ടുള്ള കാര്യം തന്നെ, അത് പലിശ തന്നെയാണ്. എന്നാൽ ചില ആളുകളുണ്ട് വെറുതെ കാര്യമില്ലാതെ നല്ല വിലപിടിപ്പുള്ള വാഹനം വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ വീടെടുക്കാനുള്ള സ്വത്ത് മുതലൊക്കെ അവരുടെ അടുത്തുണ്ടാകും. എന്നാൽ അവർ മറ്റുള്ളവരുടെ വീട് കണ്ടിട്ട്, അവരുടെ സുഹൃത്തിൻ്റെയൊക്കെ വലിയ വലിയ വീടുകൾ കണ്ടിട്ട് അതുപോലെ ആകാൻ വേണ്ടിയിട്ട് അതിമോഹമുള്ള അഹങ്കാരമുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ ലോൺ എടുത്തിട്ട് വീടെടുക്കും. എന്നാൽ പിന്നീട് അവർക്ക് ആ ലോണിൻ്റെ അടവ് അടക്കാൻ കഴിയാതെ വരികയും കോടിക്കണക്കിന് രൂപ കടക്കാരായി മാറുകയും ചെയ്യും. ഇത് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു കടബാധ്യതയാണ്. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ലോൺ എടുക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയോ ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കടം വാങ്ങുന്നത് അനുവദനീയമാണ്. എന്നാൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മാർഗം നമുക്കില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും കടം വാങ്ങരുത്. അങ്ങനെ കടം വാങ്ങുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള കാര്യമാണ്, വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും വീടും സ്ഥലവും എല്ലാം നഷ്ടമായി പെരുവയിലാകുന്നത്. അതായത് അവർക്ക് ആ ബാങ്ക് ലോൺ അടക്കാൻ കഴിയാതെ വരുമ്പോൾ അവസാനം ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ ആ വീടും സ്ഥലവും ജപ്തി ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ പെരുവയിലാകും. ഇനി അവരുടെ ആ വീടും സ്ഥലവും വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിലെ പണം അടച്ചു കഴിഞ്ഞാലും അവർക്ക് തുച്ഛമായിട്ട് ബാക്കി ഒന്നും തന്നെ കാണില്ല. അപ്പോഴും നമ്മുടെ വീടും സ്ഥലവും നഷ്ടമാവുകയാണ്. ആ സമയത്തൊക്കെ അവരുടെ അവസ്ഥയുണ്ടല്ലോ, അതൊരു ദയനീയ അവസ്ഥയായിരിക്കും. അത്തരത്തിൽ പ്രയാസപ്പെട്ട് അവരുടെ നെഞ്ച് പൊട്ടി മനസ്സ് പൊട്ടി കണ്ണീരോടെയാണ്, സഹിക്കാൻ കഴിയാതെയാണ് പലരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ കടങ്ങളും വീട്ടി കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം നമുക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകാതിരിക്കട്ടെ. കടത്തോടുകൂടിയുള്ള മരണത്തെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടം എന്നുള്ളത് നമുക്കറിയാം, നമ്മെ കാഫിറിലേക്ക് വരെ എത്തിക്കാൻ അതിന് കഴിയും. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവും ആഖിറവും അതുകൊണ്ട് നഷ്ടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു ദുആ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നത്തെ ഈ ദിവസം മറക്കാതെ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. ഇതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു കാര്യവും നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അതായത് കഴിയുന്നതും ലോണിലേക്കൊന്നും പോവാതെ, നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ, സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കൊന്നും നമ്മൾ പോവരുത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്തി ജീവിക്കാനുള്ള ഒരു കൽബുറപ്പും ഒരു മനസ്സും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഒരു വിധം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇത്തരത്തിൽ നമ്മുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതുപോലെ ഭീമമായ കടക്കണിയിൽപ്പെട്ട് കടക്കാരെ പേടിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥ, അതുപോലെ ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെടുകയും ജീവിതത്തിലുള്ള എല്ലാ ബറക്കത്തും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഒരുവിധം നമ്മുടെ ജീവിതത്തിൽ വരില്ല. പിന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട് നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നിട്ടോ ചിലപ്പോൾ കടങ്ങൾ വരും. എന്നാൽ ആ കടങ്ങൾ വീട്ടാനുള്ള ഒരു പരിഹാര മാർഗം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തരും. മാത്രമല്ല നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ പ്രതിഫലമായിരിക്കും നൽകുക. അതായത് ചിലപ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ വലിയ സാമ്പത്തിക ഐശ്വര്യം നൽകും. മാത്രമല്ല നമുക്ക് പരലോകത്തും വലിയ വിജയമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. അല്ലാഹു സുബ്ഹാനഹു തആല കടങ്ങൾ നൽകിയിട്ടുള്ള, ദാരിദ്ര്യം നൽകിയിട്ടുള്ള, രോഗങ്ങൾ നൽകിയിട്ടുള്ള, നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണങ്ങളും നമുക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് കടം വീടി കിട്ടാനുള്ള ആ ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിത്യവും
എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഒരിക്കലും കടങ്ങൾ ഉണ്ടാകില്ല. ഇനി എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വീടും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യും, സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകും. അപ്പോൾ ഈ ദുആ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 7 പ്രാവശ്യം 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ, നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഈ വെള്ളിയാഴ്ച അസറിന് ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലൊക്കെ ഈ ദുആ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ദുആ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യമാർക്ക് ചൊല്ലാം. അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ദുആ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഉപ്പയ്ക്കോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ നിങ്ങളുടെ ഭർത്താവിനോ ആർക്ക് തന്നെ കടങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവർക്കും ഈ ദുആ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ കടങ്ങൾ, അവരുടെ കടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല വീട്ടിക്കൊടുക്കും. മാത്രമല്ല ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റും. മെൻസസ് ഉള്ള സ്ത്രീകളാണ് എന്ന് കരുതി ഈ ദുആ ചൊല്ലാതെ പോകേണ്ട, എല്ലാവർക്കും ചൊല്ലാം, ഒരു കുഴപ്പവുമില്ല. ഈ ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഒരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ എല്ലാ ജുമുഅ ദിവസവും 70 പ്രാവശ്യം ചൊല്ലുകയും ശേഷം വരുന്ന എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 7 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലുകയും ചെയ്താൽ ഉഹദ് പർവ്വതത്തിനോളം സമാനമായ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ആ കടബാധ്യത അള്ളാഹു സുബ്ഹാനഹു തആല വീട്ടിക്കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദുആ ഇതാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക്. ചൊല്ലാൻ തന്നെ എളുപ്പമുള്ളൊരു ദുആയാണ് ഇത്. ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവേ, നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ആവശ്യം നീ നിറവേറ്റിത്തരണേ റബ്ബേ. വഅഅ്നിനി ബിഫളിക അമ്മൻ സിവാക്. നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്നും നിരാശ്രയത്വം നൽകണേ അല്ലാ എന്നാണ് ഈ ഒരു ദുആയുടെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ ഒക്കെ നിങ്ങൾ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. മാത്രമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ 7 പ്രാവശ്യം ഈ ദുആ പതിവായി ചൊല്ലുക. അതുപോലെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ച വരുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ ദുആ 70 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടിത്തരും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് കടങ്ങൾ കൊണ്ടുള്ള പ്രയാസമുണ്ടാകില്ല. കടങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കില്ല. സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കും. ഇനി നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ അസറിന് ശേഷമോ ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദുആയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടബാധ്യതകളും വീട്ടിത്തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും സാമ്പത്തിക പ്രയാസങ്ങളെ തൊട്ടും എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും അസൂയാകൽക്കലിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാവൽ നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ,
നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.